ബോളിയുടെ തിരിച്ചുവരവാണോ എന്ന് ചോദിച്ചാൽ എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യലടാ പട്ടികളെ, ഐ ആം ബാക്ക്. അതാണ് നിവിൻ പോളി വന്നിരിക്കുന്നത്. കാരണം നിവിൻ പോളിയുടെ ഈ ബോഡി ഷെയ്മിങ് കൊണ്ടൊന്നും പുള്ളിയെ തളർത്താൻ പറ്റില്ല. കാരണം പുള്ളിക്ക് ഒറ്റയ്ക്ക് വഴിയൊട്ടി വന്നവനാണ് നിവിൻ പോളി. അത് ഈ സിനിമയിൽ പറയുന്നുണ്ട്. നമുക്കിത് ഫാനിസം കൊണ്ട് പറയല്ല. കാരണം അടുത്ത കാലത്ത് വന്ന് നമ്മൾ സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഉയർന്നു വന്ന ഒരു താരങ്ങളിൽ ഒരാളാണ് നിവിൻ പോളി. നല്ല സബ്ജക്റ്റുകൾ കിട്ടാത്തതുകൊണ്ട് മാത്രം ചിലത് ആർട്ടിസ്റ്റിക്കാണ്, മോശം സിനിമകൾ എന്ന് ഞാൻ പറയില്ല, തുറമുഖമാണെങ്കിലും മൂത്തോനാണെങ്കിലും. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സക്സസ്സിലേക്ക് നിവിൻ പോളി വരണമെങ്കിൽ വിനീത് ശ്രീനിവാസനെ പോലുള്ള എൻ്റർടൈൻമെൻറ്റ് പടങ്ങൾ ചെയ്യുന്നവരുടെ പടത്തിൽ വരുമ്പോഴാണ് നിവിൻ പോളി ആ പഴയ ഒരു സ്വാഗും ആ ഒരു മുഹൂർത്തങ്ങൾ ഒരു സീൻ പോലും മിസ്സാവാത്ത രീതിയിൽ നിവിൻ പോളിയുടെ കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമാണ് സെക്കൻഡ് ഹാഫ്. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലാണെങ്കിലും ധ്യാൻ ശ്രീനിവാസിൻ്റെ ഭയങ്കരമായ മാറ്റമാണ്. നമുക്ക് അവരെ തന്നെ കാണാൻ പറ്റാത്ത രീതിയിലാണ് രണ്ട് കാലഘട്ടത്തിലുള്ള ഗെറ്റപ്പ്. അഭിനയിച്ച എല്ലാവരും ഗംഭീരമായിട്ട് വന്നിട്ടുള്ള ഒരു വിനീത് ശ്രീനിവാസൻ സിനിമാറ്റിക് യൂണിവേഴ്സാണ്. വിനീത് ശ്രീനിവാസൻ സിനിമയിൽ കാണുന്ന എല്ലാവരും നമുക്കിത് കാണാൻ പറ്റും. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. പക്ഷേ നമുക്ക് മറ്റൊരു ഉദയനാണ് താരം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതുപോലെ തന്നെ ഒരു ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും മിക്സായിട്ട് രണ്ട് ഹാഫിലേക്ക് വന്നിരിക്കുന്ന കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. വർഷങ്ങൾക്ക് ശേഷം ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല ഇമോഷണലി ടച്ച് ചെയ്യുന്ന ഫീലാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ അവർ രണ്ടുപേരും നിൽക്കുന്ന സീനുകളൊക്കെ ശരിക്കും മോഹൻലാലും ശ്രീനിവാസനും നിൽക്കുന്ന പോലെയുള്ള ആ ഒരു ഇമോഷനിലേക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം മസ്റ്റ് വാച്ച് മൂവിയാണ്. താങ്ക് യു. ഇല്ല, ലാഗിങ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ഹാഫ് രണ്ട് സിനിമ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഫസ്റ്റ് ഹാഫ് മൊത്തമായിട്ട് അവരുടെ ഒരു പഴയ കാലഘട്ടവും സെക്കൻഡ് ഹാഫ് അവർ ന്യൂ ജനറേഷനിലേക്ക് വരുന്നതും. അപ്പോൾ ഈ രണ്ട് കാലഘട്ടം കാണിക്കാതെ അവർക്ക് ആ സിനിമയുടെ ഫീല് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന സിനിമ ലോകത്തിൻ്റെ കഥയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഇത്രയും കാലഘട്ടം എടുത്ത് കാണിച്ചതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഈ ഒരു ഫീല് തരാൻ വേണ്ടി വന്നത്. മ്യൂസിക് അതിഗംഭീരമാണ്. മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാപകം എന്നുള്ള സോങ് ഭയങ്കര കറക്റ്റ് ആവുന്ന രീതിയിൽ നല്ല ഇമോഷണലി വന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്. വിനീത് ശ്രീനിവാസൻ്റെ മാജിക് യെറ്റ് അഗെയിൻ പ്രൂവണാണ്. ഒന്നും പറയാനില്ല, ഒത്തിരി ഹാപ്പിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ്. ഒരുപാട് പേരെ പറ്റി പറയാനുണ്ട്. ആദ്യം വിനീത് ശ്രീനിവാസൻ, താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് മൂവി. സെക്കൻഡ്ലി പ്രണവ് സൂപ്പർബായിരുന്നു. നമുക്ക് ചില സീൻസിലൊക്കെ ലാലേട്ടൻ ഓർമ്മ വരും. അല്ല, പ്രണവിനെ തന്നെ കാണാൻ പറ്റി. പക്ഷേ റിസംബ്ലൻസ് നന്നായി ഫീൽ ചെയ്തു. ബട്ട് എനിക്ക് ഹൃദയത്തിൽ നമ്മുടെ പ്രണവിൻ്റെ ആക്ടിങ് ആണ് ഞെട്ടിയെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ധ്യാൻ്റെ പെർഫോമൻസാണ്. അടിപൊളിയായിരുന്നു. പുള്ളിനെ കൊണ്ട് ഇത്രയും പറ്റും എന്ന് കേപ്പബിൾ ആണെന്നുള്ളത് ഭയങ്കര തെളിച്ചിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഐറ്റം വരുന്നുണ്ട് മോനെ, നിതിൻ പോളി. പുള്ളി വെറുതെ അഴിഞ്ഞാടുകയായിരുന്നു. ഒരു ഫുൾ ആ സ്കോറും മാസ് എൻട്രിയൊക്കെ വെച്ച് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ കോമഡീസാണ്. ഫസ്റ്റ് ഹാഫ് ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഫുൾ കോമഡി ട്രാക്കാണ്. സെക്കൻഡ് ഹാഫ് ഇമ്പോൾഡ് ആയിലാണ്. മൊത്തത്തിൽ രണ്ട് മൂന്ന് വേറെ ക്യാമിയോസ് കൂടി ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പ്രണവ് ആൻഡ് ധ്യാൻ്റെ കോമ്പിനേഷൻ സീൻസ് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. അവരുടെ റാപ്പും അടിപൊളിയായിരുന്നു. സോ മൊത്തത്തിൽ ഒരു വിനീത് ശ്രീനിവാസൻ ടച്ചുള്ളൊരു പക്കാ മൂവി, ഒരു പക്കാ ഫീൽ ഗുഡ് മൂവിയാണ്. സിനിമയിലെ സിനിമ തരുന്ന മൂവിയാണ്. ഒരുപാട് ഫിലിം മേക്കേഴ്സ് കാണുമ്പോൾ ഇൻസ്പയർഡ് ആകും, അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ആ ഒരു സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഫീൽ തരുന്ന മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ വന്ന് എൻജോയ് കാണാൻ പറ്റിയ മൂവിയാണ്. ഞാൻ 100% ഹാപ്പിയാണ്. വിനീത് ശ്രീനിവാസൻ താങ്ക് യു. ഏതാ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലെ ആയിരുന്നു കല്യാണി. പെർഫോമൻസ് നല്ലതായിരുന്നു. ബട്ട് മൊത്തത്തിൽ ഈ മൂവി ഇവരുടെ മൂവിയാണ്. ഏതാ സെക്കൻഡ് ഹാഫിന് ഇപ്പോൾ തിരിച്ചുവരാണ്. അതിനകത്ത് പറയുന്നുണ്ട്, പടം കാണുമ്പോൾ നമുക്കറിയാം. പറഞ്ഞു എന്തുകൊണ്ടും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ്. ഫീൽ ഗുഡ്, ഇമോഷൻ, തമാശ എല്ലാം നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ആൻഡ് വിനീത് ശ്രീനിവാസൻ വീണ്ടും നിവിൻ പോളിയെ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ ആശം തന്നെ വേണ്ടി വന്നു. നിവിൻ പോളിൻ്റെ ആ പഴയ വൈബ്, ആ സ്വാഗ്, നമ്മൾ നിവിനിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന സീൻസ്, അത് തന്നെ ഇതിനകത്ത് ഷാമിയായിട്ട്. പിന്നെ ഒരു കാര്യമാണ്, ഇതിനകത്ത് കുറേ പേരെ ട്രോളുണ്ട്. വിനീത് ശ്രീനിവാസൻ ട്രോളുന്നുണ്ട്, പ്രണവിനെ ട്രോളുന്നുണ്ട്, നിവിനെ തന്നെ ട്രോളുന്നുണ്ട്. സോ ഒത്തിരി എൻജോയ് ചെയ്യുമ്പോൾ ഒത്തിരി മോഹൻസ് ഉണ്ട്. ഹരികൃഷ്ണൻസിലെ സീൻസ് ഓർമ്മയുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പെർഫോമൻസും എല്ലാം നന്നായിട്ടുണ്ട്. സോ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പഴയ ലാലേട്ടൻ നമ്മുടെ ശ്രീനിവാസൻ്റെ ഡയലോഗ്സൊക്കെ ഇവർ ചെയ്യുമ്പോൾ അത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ എനിക്ക് മനസ്സ് നിറഞ്ഞു. വെരി ഹാപ്പി. അതെ, എനിക്ക് പെർഫോമൻസ് വൈസ് എനിക്ക് ധ്യാനം ഓർമ്മ. ഞാൻ പ്രണവും ഒട്ടും മോശമായിരുന്നു, സൂപ്പറായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഹൃദയത്തിൽ നമ്മൾ ഓൾറെഡി പ്രണവിൻ്റെ ആക്ടറിന് തിരിച്ചറിഞ്ഞാണ്. ഇതിനകത്ത് ധ്യാൻ എന്ന് പറഞ്ഞ ആക്ടറിനെ കുറിച്ചുണ്ട്. ധ്യാനിലൊരു ആക്ടർ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതെ, ധ്യാനൊരു ഓൾറെഡി അടിപൊളി സ്റ്റാറാണ്. ബട്ട് അതിനകത്തൊരു ആക്ടർ കൂടുതൽ അതിനകത്തുണ്ട്.
നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ജ്ഞാപകം എന്ന് പറഞ്ഞ സോങ് അത് ഇതിനകത്ത് പ്ലേസ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും പെർഫോമൻസ് നൈസായിരുന്നു. ഈ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ആൻഡ് വെരി ഹാപ്പി. ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷവും വിഷമമൊക്കെ ആയിരിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ ചിരിക്കാറുണ്ട്. പടം കഴിയുമ്പോൾ എല്ലാവരും മനസ്സ് ഹാപ്പി ആയിരിക്കും. നല്ലൊരു സിനിമയുടെ ഫീലും ആയിരിക്കും എല്ലാ വർഷങ്ങൾക്ക് ശേഷം. ഇത് നോക്കും അതുപോലെ സൂപ്പറായിരുന്നു. ഇമോഷണൽ ഇൻ സെൻസ് ഒരു സട്ടിൽ എമൗണ്ടിൽ. കണ്ടിരിക്കാം. ഇത്തിരി ലാഗായിട്ട് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മസ്റ്റ് ബി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരുന്നു പടം. ഒരു രക്ഷയുണ്ടായില്ല. പ്രണവായാലും എല്ലാവരും തന്നെ അടുത്ത ഇത്ര നല്ലൊരു പടം കണ്ടിട്ടില്ല എന്നാണ് പറയാം. അടിപൊളി നല്ല പടമായിരുന്നു. ലാഗില്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നല്ല സ്കോർ ചെയ്ത് പോകായിരുന്നു. അടുത്ത സ്ക്രീനിൽ നമുക്ക് സ്കോർ ചെയ്ത് പോകാൻ പറ്റും. പടം കിട്ടില്ല കേട്ടോ. അടിപൊളി പടം. നല്ല പടം. നല്ല പടം. വിനീതിൻ്റെ കൈൻഡ് ഓഫ് നല്ല മേക്കിങ്ങും നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. നല്ല പടം. എല്ലാവരും പെർഫോമൻസ് നല്ലായിരുന്നു. നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. ലാഗൊന്നുമില്ല. ടിപ്പിക്കൽ പുളിക്കി മ്യൂസിക് വെച്ച് അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അറിയാമല്ലോ. ആ സ്കില്ലുള്ള ഡയറക്ടറാണല്ലോ. അതുകൊണ്ട് ബോറടിച്ചില്ല. നല്ലൊരു മൂവിയായിരുന്നു. നല്ല ഫിലിം, അടിപൊളി. ന്യൂബോൾ തകർത്ത്. ധ്യാനം നന്നായിട്ട് ചെയ്തത്, കൺട്രോളായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. നല്ല പടം. സൂപ്പർ, ഒന്നും പറയാനില്ല. തീരെ പ്രണവാണെങ്കിലും സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ചിരിപ്പിക്കാൻ ഒരുപാടുണ്ട് തിയേറ്ററിൽ. ഇഷ്ടമാണ്. എമോഷണലുണ്ട്, പിന്നെ ഒരു ചിരിപ്പിക്കാൻ എലമെൻറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഉറപ്പായിട്ടും നിയുമ്പോൾ തിരിച്ചു വരുന്നതാണ്. പ്രണവും ധ്യാനാണെങ്കിൽ അവരുടെ കോംബോ വർക്കൗട്ടായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ ഒരു സെയിം തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അത് കാണും മനസ്സിലാവും കേട്ടോ.